ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവും പകലും മാറി മാറി വരുന്നത് പോലെ ഏഴര ശനിയും കണ്ടകശനിയും മാറി വരും. ശനി നേരെയും വക്രതയിലും സഞ്ചരിക്കുന്നുണ്ട്. 2.5 വർഷമാണ് ശനി ഒരു സ്ഥാനത്ത് നിൽക്കുന്നത്. ബുധനും ശുക്രനും ശനിയുടെ മിത്രങ്ങളും വ്യാഴം സമനും സൂര്യനും ചന്ദ്രനും ശത്രുഗ്രഹങ്ങളുമാണ്. ഇവയിൽ ഓരോന്നിനോടുകൂടിയും ശനി ചേരുമ്പോൾ ഭിന്നമായ ഫലങ്ങളാണ് ലഭിക്കുക. ഏഴര ശനി 7.5 വർഷമാണ് ഉള്ളത്. കണ്ടകശനി 2.5 വർഷവും ശനിദശ 19 വർഷവുമാണ് ഉണ്ടാവുക. 2025 മാർച്ചിൽ ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറും. ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്നവരുടെ ദോഷകാലം അതോടെ അവസാനിക്കും. 3-ലെ ശനി സ്ഥാനക്കയറ്റവും 6-ലെ ശനി പലവിധ സാമ്പത്തിക നേട്ടങ്ങളും 11-ലെ ശനി സർവാഭിഷ്ടങ്ങളും തരുന്നതാണ്. അതുകൊണ്ട് തന്നെ പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ, അതായത് ശനി വെറും ദോഷഫലങ്ങൾ മാത്രം നൽകുന്ന ഒരു ഗ്രഹമാണെന്ന് കരുതുന്ന ആ ഒരു ധാരണ എല്ലാവരും മാറ്റിവെക്കണം. 2025 മഹാശനിമാറ്റം അനുകൂലമാക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. 2025 മാർച്ച് 29 ശനി നിലവിൽ സഞ്ചരിക്കുന്ന കുംഭം രാശിയിൽ നിന്നും തൊട്ടടുത്ത മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. പ്രസ്തുത മാറ്റത്താൽ ആർക്കൊക്കെയാണ് ഏഴര ശനി ഉണ്ടാവുന്നത് എന്നത് ആദ്യം തന്നെ നോക്കാം. ഒപ്പം മുഖ്യഫലങ്ങളും പരിശോധിക്കാം. ജന്മരാശിയുടെ അഥവാ ജനിച്ച കൂറിൻ്റെ 12-ാം രാശിയിൽ ശനി പ്രവേശിക്കുന്നതോടെയാണ് ഒരാളുടെ ഏഴര ശനിക്കാലം തുടങ്ങുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 2025 മാർച്ച് 29 ശനി മീനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ 12 കൂറുകളിൽ ഏഴര ശനി ആരംഭിക്കുന്നത് മേടക്കൂറുകാർക്കാണ്. ഇതിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ്. ശനി മീനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ മീനക്കൂറുകാർക്ക്, അതായത് പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകളിൽ ജനിച്ച ആൾക്കാർക്ക് ഏഴര ശനിയിലെ കഠിനകാലമായ ജന്മശനിക്കാലം തുടങ്ങും. ഇനി കുംഭക്കൂറുകാർക്ക്, അതായത് അവിട്ടം 3-4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച ആൾക്കാർക്ക് ശനി 12 ജന്മരാശി എന്നിവയിൽ 2.5 വർഷം വീതം സഞ്ചരിച്ച്, അതായത് മകരം, കുംഭം രാശികളിൽ സഞ്ചരിച്ച് ആകെ 5 വർഷം കഴിഞ്ഞ് ഏഴര ശനിയിലെ അവസാന 2.5 വർഷത്തേക്ക് കടക്കും. ഇനി ഏഴര ശനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ്, ഏതൊക്കെ കൂറുകാർക്കാണ് എന്ന് നോക്കാം. മേടക്കൂറുകാർക്ക് അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം കൂടെയാണ് ഈ ഇതിൽ വരുന്നത്. 2025 മാർച്ച് 29 ശനി മീനം രാശിയിൽ പ്രവേശിക്കുന്നതോടെ മേടക്കൂറുകാരുടെ ഏഴര ശനിക്കാലം തുടങ്ങുകയായി. 30 വയസ്സിൽ താഴെയുള്ളവർക്ക് 1-ാം ഏഴര ശനിക്കാലമാവും ഇത്. 60 വയസ്സിനകം ഉള്ളവർ 2-ാമത്തെയും 90 വയസ്സിനകം ഉള്ളവർക്ക് 3-ാമത്തെയും ഏഴര ശനിക്കാലമാവും ഇതോടെ തുടങ്ങുക. മേടക്കൂറുകാർക്ക് 12-ാം രാശിയായ മീനം രാശിയിൽ ശനി സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നേക്കാം. ദൂരയാത്രകൾ, ദൂരദേശവാസം, വിദേശ പഠനം, വിദേശ ജോലി എന്നിവ സാധ്യതകളാണ്. അപരിചിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ട നിലയുണ്ടാവും. കൂടുതൽ അധ്വാനം ലക്ഷ്യപ്രാപ്തിക്ക് അനിവാര്യമായേക്കും. ന്യായമായ കാര്യങ്ങൾക്ക് പോലും ചെലവധികരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. ദുശീലങ്ങളുള്ളവർക്ക് അവ എഡിക്ഷൻ എന്നിടത്തോളം കൂടാനിടയുണ്ട്. രോഗചികിത്സയ്ക്കായി പണച്ചെലവ് ഏറുന്നതാണ്. ഗൃഹനിർമ്മാണം ആരംഭിച്ചേക്കും. അതുപോലെ തന്നെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് കടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വായ്പകളുടെ തിരിച്ചടവ് ക്ലേശകരമാകുന്ന ഒരു സ്ഥിതിയും ഉണ്ടാവാം. ആരോഗ്യപരമായിട്ട് കൂടുതൽ കരുതൽ വേണ്ട ഒരു സമയമായിരിക്കും ഈ കൂട്ടർക്ക് ഈ ഒരു ഘട്ടം. അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ വരുന്നത്. മീനക്കൂറുകാർക്ക് ശനി കുംഭം രാശിയിൽ പ്രവേശിച്ചതോടെ, അതായത് 2023 മുതൽ ഏഴര ശനിക്കാലം തുടങ്ങിയിട്ടുണ്ട്. 12-ാം കൂറിലെ ശനി 2.5 വർഷക്കാലാണ് വരുന്നത്. 2025 മാർച്ചിൽ അവസാനിക്കുകയും ജന്മശനി തുടങ്ങുകയും ചെയ്യും. ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണോന്മുഖമായ കാലമായിരിക്കും ഈയൊരു ഘട്ടം.
ഏഴര ശനിയിലെ 2.5 വർഷം മുതൽ തുടങ്ങി 5 വർഷം വരെ നീളുന്ന ജന്മശനിയുടെ കാലഘട്ടം. മനസാക്ഷി മറച്ചുവെച്ച് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. മനസാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയും ഉദയം ചെയ്യാം. വിശ്വാസവഞ്ചനയെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നേക്കാം. ആദിവ്യാധികളെ ചെറുത്തു തോൽപ്പിക്കുക എന്നത് എളുപ്പമാവില്ല എന്നതുകൂടി ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും വീണ്ടും വീണ്ടും ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യണം. എടുത്തുചാടി ഒരു തീരുമാനങ്ങളും ഒരു വാക്കുകളും ആരോടും പറയാനോ ചെയ്യാനോ പാടുള്ളതല്ല. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങളാണ് ഇതിൽ വരുന്നത്. കുംഭക്കൂറുകാർക്ക് ശനി മകരം രാശിയിൽ പ്രവേശിച്ചപ്പോൾ ഏഴര ശനി തുടങ്ങി. ശനി 2.5 വർഷക്കാലമാണ് ഓരോ രാശിയിലും സഞ്ചരിക്കുക എന്നത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. 12ാം രാശിയായ മകരം രാശിയിൽ 2.5 വർഷവും പിന്നീട് ജന്മരാശിയായ അഥവാ 1ാം രാശിയായ കുംഭം രാശിയിൽ കുംഭക്കൂറിൽ 2.5 വർഷവും ഒടുവിൽ 2ാം രാശിയായ മീനം രാശിയിൽ 2.5 വർഷവും എന്നതാണ് കുംഭക്കൂറുകാരുടെ ഏഴര ശനിക്കാലം. അതിൽ 5ാം വർഷം തീർന്ന് 7.5 വർഷം വരെയുള്ള കാലഘട്ടമാണ് കുംഭക്കൂറുകാർക്ക് ശനി മീനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ആരംഭിക്കുന്നത്. ശനി മീനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ കുംഭക്കൂറുകാർ എത്ര സത്യസന്ധരായ ആൾക്കാരാണെങ്കിലും കള്ളം പറയേണ്ടതായിട്ട് വരും. കാപട്യം അറിഞ്ഞോ അറിയാതെയോ പ്രവൃത്തികളിൽ കലരുന്നതാണ്. അതുപോലെ തന്നെ ഈയൊരു ഘട്ടത്തിൽ വാക്ക് വിനയാകാതെ ശ്രദ്ധിക്കേണ്ടതും വളരെ പ്രധാനമാണ്. പറയുന്ന വാക്ക് കാരണം പല പ്രശ്നങ്ങളും മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പഠിക്കുന്ന കുട്ടികളിൽ വിദ്യാഭ്യാസത്തിൽ ആലസ്യം പ്രകടമാകും. കുടുംബജീവിതത്തിൽ സ്വരക്കേടുകൾ തലപൊക്കാം. ധനാഗമനത്തിന് തടസ്സമോ താമസമോ ഏർപ്പെടുന്നതാണ്. മുഖരോഗങ്ങൾ, ENT വിഭാഗങ്ങളിൽ വരുന്ന രോഗങ്ങൾ, മുഖത്തിൽ കറുപ്പടയാളം വരുന്നത്, പ്രസാദമില്ലായ്മ എന്നിവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുന്നേ ഒന്നും ചിലരുടെ വാക്കുകൾ, ദുർജനങ്ങളുടെ വാക്കുകളൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതിരുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ പോലും ഈയൊരു കാലഘട്ടത്തിൽ നിങ്ങൾ അവരുടെ വാക്കുകൾ കേട്ട് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയും നിങ്ങൾക്കുണ്ടാവാം. ഇനി അടുത്തതായിട്ട് കണ്ടകശനി ആർക്കൊക്കെയാണ് എന്നുള്ളത് നോക്കാം. കണ്ടകം എന്ന വാക്കിന് ശത്രു, മുള്ള് തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഒട്ടേറെ ചേരും കണ്ടകശനിയെയും അതിൻ്റെ ഫലങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്. അവരവരുടെ ജന്മരാശിയുടെ അഥവാ കൂറിൻ്റെ 4, 7, 10 എന്നീ രാശികളിൽ അഥവാ ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന 2.5 വർഷക്കാലമാണ് കണ്ടകശനിക്കാലമായിട്ട് വിവരിക്കപ്പെടുന്നത്. കണ്ടകം എന്ന വാക്കിന് കേന്ദ്രഭാവങ്ങൾ അഥവാ ജന്മരാശി മുതൽ എണ്ണിയാൽ വരുന്ന 1, 4, 7, 10 എന്നീ ഭാവങ്ങൾ എന്നും അർത്ഥമുണ്ട്. ആ നിലയ്ക്ക് ഏഴര ശനിക്കാലത്തിൽ വരുന്ന ജന്മശനിക്കാലവും കണ്ടകശനിയായി പറയാറുണ്ട്. 2025 മാർച്ച് മാസം ഒടുവിലെ ശനിമാറ്റം മൂലം കണ്ടകശനി ആരംഭിക്കുന്നത് ജന്മശനി വരുന്ന മീനക്കൂറുകാർക്കും, ശനി 4-ൽ സഞ്ചരിക്കുന്ന ധനുക്കൂറുകാർക്കും, ശനി 7-ൽ സഞ്ചരിക്കുന്ന കന്നിക്കൂറുകാർക്കും, ശനി 10-ൽ സഞ്ചരിക്കുന്ന മിഥുനക്കൂറുകാർക്കുമാണ്. ഇതിൽ മീനക്കൂറുകാരുടെ ഫലം ഏഴര ശനി ഫലത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് വിശദീകരിക്കുന്നില്ല. മറ്റുള്ള 3 കൂറുകളുടെയും ഫലം ഇവിടെ വിശദമായിട്ട് പറയാം. ആദ്യം തന്നെ ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടം, 1-ാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ വരുന്നത്. ധനുക്കൂറുകാരുടെ 4-ാം രാശിയായ മീനം രാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത്. 4-ാം രാശി വൈകാരിക പ്രാധാന്യമുള്ളതാണ്. അമ്മ, അമ്മാവൻ, ഭാഗിനേയർ, ബന്ധുക്കൾ, വീട്, വാഹനം, വസ്തു, ഇരിപ്പിടം, സുഹൃത്തുക്കൾ, കുടുംബക്ഷേത്രം, തറവാട് എന്നിവയെല്ലാം 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കപ്പെടുന്നു. ഇവയെ സംബന്ധിച്ച പലതരം പരാതികൾ, ക്ലേശങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ എന്നിവയെല്ലാം ഏറിയും കുറഞ്ഞും കണ്ടകശനി നടക്കുന്ന കാലത്ത് അനുഭവത്തിൽ വരാം. ഈ ഒരു കാലഘട്ടത്തിൽ മാതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. സ്വന്തം ദേഹാരോഗ്യത്തിലും മാനസികാരോഗ്യത്തിലും കരുതലും വേണ്ടതുണ്ട്.
വാഹനങ്ങൾക്കും വീടിനും അറ്റകുറ്റപ്പണി വേണ്ടി വന്നേക്കാം. ഈ ഒരു ഘട്ടത്തിൽ ബന്ധുക്കളുമായിട്ടുള്ള പിണക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. വസ്തുതർക്കങ്ങൾ കോടതിയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശുഷ്കാന്തി കുറയുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാം. കുടുംബക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണം നീണ്ടുപോയേക്കാം. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടാനുള്ള ആ ഒരു കരുതലും കൂടെ ഉണ്ടാവണം. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങളാണ് ഇതിൽ വരുന്നത്. 7ാം ഭാവമായ മീനം രാശിയിൽ ശനി സഞ്ചരിക്കുകയാൽ കണ്ടക ശനിക്കാലം തുടങ്ങുന്നു. 7ാം ഇടം മുഖ്യമായും പ്രണയം, വിവാഹം, ദാമ്പത്യം, പങ്കുകച്ചവടം, വിദേശയാത്ര എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. കണ്ടക ശനിയുടെ പ്രവർത്തനം മൂലം പ്രണയത്തിൽ വിഘ്നമോ പ്രണയ സാഫല്യത്തിന് തടസ്സമോ ഉണ്ടാവാം. ചെറുപ്പക്കാരുടെ വിവാഹ കാര്യത്തിൽ ശുഭതീരുമാനം നീണ്ടുപോയേക്കും. 7 പാപഗ്രഹങ്ങൾ വിശേഷിച്ച് ശനിയും ചൊവ്വയും സഞ്ചരിക്കുന്ന കാലത്തിൽ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിവാഹം നടത്തിയിരുന്നില്ല. ദാമ്പത്യം നയിക്കുന്നവർ തമ്മിൽ അനുരഞ്ജനം കുറയാനും കലഹബുദ്ധി വളരാനും ഇടയുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ പങ്കാളികൾക്ക് പരസ്പരം വിശ്വാസം കുറയുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ. സുഹൃത്തുക്കളുമായിട്ടും കുടുംബക്കാരുമായിട്ടൊക്കെ കൂട്ടുകച്ചവടം നടത്തി അതിൻ്റെ കണക്കുകൾ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ തുടരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് പഠനം, തൊഴിൽ എന്നിവയ്ക്കുള്ള പരിശ്രമങ്ങൾക്ക് ഫലം കിട്ടാനും പ്രതീക്ഷിച്ചതിലധികം, അതായത് നിങ്ങൾ കാത്തിരുന്ന ആ ഒരു ഫലം കിട്ടാൻ വളരെയധികം കാലതാമസം വേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാം. അതുപോലെ തന്നെയാണ് അന്യദേശത്ത് കഴിയുന്നവർക്കും തൊഴിലിൽ ഊഹിച്ചത്ര മെച്ചം ഉണ്ടാവുകയുമില്ല. അടുത്തത് മിഥുനക്കൂറാണ്. മകൈര്യം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ എന്നിവയാണ് ഇതിൽ വരുന്നത്. മിഥുനക്കൂറുകാർക്ക് ശനി 10ാം ഭാവമായ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. 10ാം ഭാവം കർമ്മഭാവമാണ്. ഉപജീവനം സംബന്ധിച്ച ഗുണദോഷങ്ങൾ 10ാം ഭാവത്തിൻ്റെ ബലാബലങ്ങളെ ആശ്രയിച്ചാണ് ഉണ്ടാവുന്നത്. 10ാം ഇടത്തിൽ ശനി സഞ്ചരിക്കുകയാൽ തൊഴിൽ തേടുന്നവർക്ക് കുറച്ചധികം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവാം. ഉദ്യോഗസ്ഥർക്ക് വിചാരിച്ച രീതിയിലുള്ള സമാധാനം തൊഴിലിടത്തിൽ കിട്ടുകയുമില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും അനുകൂല ദിക്കിലേക്ക് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ അതും നടന്നു എന്ന് വരില്ല. ഇതിനു പുറമെ പ്രമോഷൻ, വേതന വർധനവ് എന്നിവയ്ക്കും തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. സംഘടനാ പ്രവർത്തനം മനഃശാന്തി നഷ്ടമാകാൻ കാരണമായേക്കും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ബാങ്ക് വായ്പയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാം. അടുത്തത് അഷ്ടമശനിദോഷം ആർക്കൊക്കെയാണെന്ന് നോക്കാം. ജന്മരാശിയുടെ 8ാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലത്തെയാണ് അഷ്ടമശനിക്കാലം എന്ന് പറയുന്നത്. ശനിദോഷങ്ങളിൽ കാഠിന്യമേറിയത് ഇതാണ്. ശനി ജന്മരാശിയുടെ 5, 9 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമായിരിക്കും അനുഭവത്തിൽ വരിക. ഏറ്റവും ഗുണം വരുന്നത് 3, 6, 11 എന്നീ ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ്. ഇതിൽ വരുന്നത് ആദ്യം തന്നെ ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം 1ാം പാദം എന്നീ നക്ഷത്രമാണ് ഇതിൽ വരുന്നത്. ജന്മരാശിയുടെ അഥവാ കൂറിൻ്റെ 8ാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് അഷ്ടമശനിക്കാലം. 2025 മാർച്ച് മാസത്തിലെ ശനിമാറ്റം മൂലം അഷ്ടമശനി ദോഷം വരുന്നത് ചിങ്ങക്കൂറിൽ ജനിച്ചവർക്കാണ്. ചിങ്ങത്തിൻ്റെ 8ാം രാശിയായ മീനത്തിൽ ശനി സഞ്ചരിക്കുന്നു. കാര്യതടസ്സം നിരന്തരമായിരിക്കും. ചെറിയ കാര്യങ്ങൾ നേടാൻ പോലും ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് അർഹിക്കുന്ന പദവി ലഭിക്കണമെന്നില്ല. ബിസിനസ്സുകൾ നടത്തുന്നവർ നഷ്ടം വരാതിരിക്കുവാൻ നിരന്തര പ്രയത്നം ആവശ്യമായിട്ട് വരും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ കരുതിയ നേട്ടം ഉണ്ടായേക്കില്ല. വ്യക്തിപരമായും കരുതൽ വേണ്ട ഒരു കാലഘട്ടമായിരിക്കും ഇത്. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അകാരണമായിട്ടുള്ള പേടി ഉണ്ടാവുക, മൃത്യുഭയം, ആകസ്മികമായിട്ടുള്ള പരാജയം, ഉറ്റവരുടെ വേർപാടുകൾ, വാഹനാപകടം, കടക്കെണി എന്നിവ അഷ്ടമശനിയുടെ ഫലങ്ങളിൽ പെടും. ഗ്രഹനില അനുസരിച്ച് നല്ല ദശാപഹാരങ്ങൾ നടക്കുന്ന കാലമാണെങ്കിൽ ഇവിടെ പറഞ്ഞ ദോഷങ്ങൾ ലഘൂകരിക്കപ്പെടുകയും ചെയ്യും. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം 4ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ വരുന്നത്. വൃശ്ചികക്കൂറിന് ശനി 5ാം ഭാവത്തിലും കർക്കടകക്കൂറിന് ശനി 9ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. കടുത്ത ദോഷങ്ങൾക്ക് സാധ്യത കുറവാണ്.
ഭാഗ്യഭ്രംശം, കുടുംബസുഖത്തിന് ഭംഗം, ഉപാസനകളിൽ തടസ്സം, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതേസമയം വലിയ നേട്ടങ്ങളും വന്നു ചേരണമെന്നില്ല. ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുകയാവും ഏറ്റവും ഉചിതം. അതോടൊപ്പം ദുശീലങ്ങൾക്കും കടിഞ്ഞാണിടേണ്ടതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വലിയ മുതൽ മുടക്കുകൾ മുടക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക. കാരണം കരുതിയിരുന്നത്ര നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവില്ല. എന്നാൽ ചെറിയ സംരംഭങ്ങളും കരാർ പണികളും ഒക്കെ ഗുണം ചെയ്തേക്കും. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ വിചാരിച്ച പോലുള്ള ജോലി ആയിരിക്കണം എന്നില്ല കിട്ടുന്നത്. വേതനം കുറവുള്ള ഒരു ജോലി ആയിരിക്കാം കിട്ടുന്നത്. എന്നിരുന്നാലും ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന ജോലിക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വീടുപണി പൂർത്തീകരിക്കാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യത തീർക്കാനായിട്ട് ആഭരണങ്ങളൊക്കെ വിൽക്കേണ്ടതായിട്ട് വന്നേക്കാം. എന്നാലും കുടുംബാംഗങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഉണ്ടായിരിക്കും. അപ്പോൾ ശനിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞു. ഇനി 2025 ശനിയുടെ രാശിമാറ്റത്താൽ നേട്ടമുണ്ടാവുന്നത് ആർക്കൊക്കെയാണ് എന്നുകൂടി നോക്കാം. ആദ്യം തന്നെ ഇടവക്കൂറുകാരെ കുറിച്ച് നോക്കാം. കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകേരം 1, 2 പാദങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ തുലാക്കൂറ് ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങളാണ് ഈ മകരക്കൂറിൽ വരുന്നത്. ഇടവക്കൂറുകാർക്ക് ശനി 11ാം ഭാവത്തിലും, തുലാക്കൂറുകാർക്ക് ശനി 6ാം ഭാവത്തിലും, മകരക്കൂറുകാർക്ക് ശനി 3ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. 12 ഭാവങ്ങളിൽ ശനി നന്മ ചെയ്യുന്നത് 3 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ്. അത് 3, 6, 11 എന്നീ ഭാവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശനിയുടെ മീനരാശിയിലെ സഞ്ചാരം ഇടവക്കൂറിലും തുലാക്കൂറിലും മകരക്കൂറിലും ജനിച്ചവർക്ക് വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും. സാമ്പത്തിക ലാഭം ഉയരുന്നതാണ്. ചിട്ടി, ഭാഗ്യപരീക്ഷണം, ഇൻഷുറൻസ് ഇവയിൽ നിന്നും ധനാഗമം ഉണ്ടാവും. ഭൂമി വാങ്ങിക്കാനാവും. അതുപോലെ തന്നെ ഭൂമി വിൽപ്പനയിലൂടെ വലിയ ധനലാഭം ഭവിക്കുന്നതാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. ഉദ്യോഗസിദ്ധി ശക്തമായ സാധ്യതയാണ്. അവിവാഹിതർക്ക് വിവാഹയോഗമുണ്ട്. സന്താന പ്രതിബന്ധം അകലും. ഗൃഹനിർമ്മാണം മുന്നോട്ടു പോകും. വാഹനലബ്ധി ഇവയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി രോഗശയ്യയിൽ കിടക്കുന്ന ആൾക്കാർക്ക് ചികിത്സാ മാറ്റങ്ങളിൽ സ്വസ്ഥത വന്നു ചേരും. സ്വദേശത്തും വിദേശത്തും ശോഭിക്കാനാവും. ബിസിനസ് കൊണ്ട് ശോഭിക്കാനാവും. നിങ്ങൾക്ക് ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാവും. സാമൂഹ്യമായ അംഗീകാരം കൈവരും. അപ്പോൾ ഇത്രയൊക്കെയാണ് 2025 ശനിമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും സംഭവിക്കാൻ പോകുന്നത്. ഇത് മുൻകൂട്ടി അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള ദോഷങ്ങളെ മാറ്റാൻ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ശനിമാറ്റം മൂലം ഗുണങ്ങൾ ലഭിക്കുന്ന രാശിക്കാർക്ക് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വളരെ പറ്റിയൊരു സമയമായിരിക്കും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.